എവിടെ ചെന്നാലും ഒരു ഒടുക്കത്തെ ക്യൂ. അതെ പൊന്നു സുഹൃത്തുക്കളെ, വളരെ ദൂരെ എന്റെ ഓഫീസ്. 2 മിനിറ്റ് ബസ് വരും. പിന്നത്തെ ബസ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഞാനിത് നടച്ചോട്ടെ. ലാസ്റ്റ് ഡേറ്റ് ഫ്യൂസ് വരും. എല്ലാവർക്കും തിരക്കുണ്ട് പക്ഷേ. അല്ല, എനിക്ക് ലീവില്ല. ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നേനെ. പ്ലീസ് പുറകിലുള്ളവർ ചോദിക്കും. എല്ലാവരും ഒന്ന് സമ്മതിക്കണം, എനിക്ക് ലീവില്ല. എന്റെ ശമ്പളം കട്ടായിപ്പോ. ഞാൻ നടക്കുന്നേ. പറ്റില്ല. ഇയാൾ നുണ പറയാ. ഫാൽക്കൺ പ്രോഡക്ട്സ് അല്ലേ? ഇവിടുന്ന് 5 മിനിറ്റ് നടന്നാ പോരെ നിങ്ങളുടെ ഓഫീസിലേക്ക്? ഫാൽക്കൺ പ്രോഡക്ട്സിൽ അല്ലെങ്കിലോ? ഇവിടെ നിന്നായി കുരിശ കയറി വരുന്നത്. പ്ലീസ് ഞാൻ നടക്കുന്നേട്ടോ. രാവിലെ തന്നെ ഇറങ്ങും. ഒരു തട്ടിപ്പ് കൊണ്ട് പോകണം. ഞാൻ ഇവിടെ എന്നോടല്ലേ പറഞ്ഞേ പോകാൻ. എവിടെ നോക്കിയാണോ നിൽക്കുന്നത്? സോറി. ഒന്ന് ഒതുങ്ങിയേ. ടിക്കറ്റ് 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 2.70. ഒരാളാരാ? ബാക്കി പിന്നെ തരാം. ടിക്കറ്റ് ടിക്കറ്റ് ഒരു ടിക്കറ്റ് എടുക്കണം. ടൗൺ ഹാൾ. ടിക്കറ്റ് എടുത്തല്ലോ. ആരെടുത്തു? ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടക്ടർ, നിങ്ങൾ ടിക്കറ്റ് തരുന്നുണ്ടോ? 70 പൈസയുടെ 2 ടിക്കറ്റ് ഫാർ എടുത്തേ. എനിക്ക് 50 പൈസ ടിക്കറ്റ് വേണ്ടത്. ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരയ്ക്കും 70 പൈസയാണ്. അത് ഞാൻ എടുത്തു. നീ വേണേ ടൗൺ ഹാളിൽ ഇറങ്ങിക്കോ. അതിനെന്താ? രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്ന് ഉടക്കി. അനാവശ്യം പറയരുത്. വേണ്ട, ദേഷ്യം വരുമ്പോ ഇവളെന്നെ മിസ്റ്റർ എന്നാ വിളിക്കുന്നത്. വീട്ടിൽ ആരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ചത് മോശമായി പോയി. സാറ് പാവം. സാധാരണ സ്ത്രീകൾ ആദ്യം നടക്കുക. എനിക്കിവിടെ ഇറങ്ങണം. എന്തൊരു ദേഷ്യ ബസ്സല്ലേ, ആൾക്കാർ കേൾക്കില്ലേ? അതേ സമ്മതിക്കില്ല. അതൊന്ന് കാണണല്ലോ. കുട്ടി, എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മായി. ഇവക്ക് ബുദ്ധി വരട്ടെ. ഇതെന്തേ കാണിക്കുന്നത്? എന്ത് ചെയ്യാൻ ആശാനെ, ഭർത്താവായി പോയില്ല. നിങ്ങളെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് കവി പാടിയത് നിന്നെ പോലെയുള്ള കാർക്കോടന്മാരെ ഉദ്ദേശിച്ചാണ്. എന്താ നിന്റെ വിചാരം? ഈ പെൺകുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നത് വലിയ ക്രെഡിറ്റ് ആണെന്നാണോ? അവൾ ഒരുമാതിരി പെണ്ണുങ്ങളായാൽ ആണുങ്ങളോട് ബഹുമാനം വേണം. ബഹുമാനിക്കാൻ നീ അവളുടെ ഭർത്താവ് കുറെ പൊളിക്കും അവൾക്ക് എന്നെ ഭർത്താവ് കിട്ടാൻ. പല മോശതയാണെന്ന് കരുതരുത്. പറ, നീ ഒരു മാനസിക രോഗിയാ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ മനസ്സിൽ ഒതുക്കി ഒതുക്കി അവസാനം നീ ഒരു സിനിക്കായി തീർന്നിരിക്കും. നീ ആരാ വലിയ മൈ? മാനസിക രോഗ വിദഗ്ധനോ? സത്യം പറഞ്ഞാൽ ആർക്കും പിടിക്കില്ല. അതുകൊണ്ടാണ് നിനക്ക് ദേഷ്യം വന്നത്. ഇത് വലിയ കുരിശായല്ലോ. നീ അനാലിസിസ് നടത്തി എനിക്ക് നല്ല മാർഗമൊന്നും ഉദ്ദേശിച്ചാറണ്ട. ഉണ്ടായ സംഭവം വെറുതെ ഒന്ന് പറഞ്ഞെന്ന് വെച്ച് കയറി വലിയ ആളാവാൻ നോക്കരുത്. അയ്യോ, ഉപദേശിക്കല്ല. ഒരു സജഷൻ പറഞ്ഞോട്ടെ? പറഞ്ഞോ. ആ കുട്ടി കല്യാണം കഴിയാത്ത കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ എന്നെങ്കിലും ഒരു ദിവസം ആ കുട്ടിയെ പെണ്ണ് കാണാൻ പോയെന്ന് വിചാരിക്കുക. എന്താ സ്ഥിതി? എന്താ സ്ഥിതി? ആ കുട്ടിക്ക് നീയുമായിട്ട് അഫയർ ഉണ്ടെന്ന് കരുതും. അപ്പൊ ഈ ചെറിയൊരു കാര്യം വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അത് പിന്നെ അത് ഇതൊന്നും അല്ല, ശുദ്ധ പോകരുതരം തന്നെ. ആണോ? സംശയം എന്ത്? ഒരാഴ്ചയും കൂടി വക്കീൽ ക്ഷമിച്ചേ പറ്റൂ. കാശില്ലാത്തതുകൊണ്ട് കേസിൽ ക്ഷീണം വരാൻ പാടില്ല. കുറച്ച് രൂപ ഒരാൾ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. മറ്റന്നാ കേസെടുക്കും. എന്റെ കാര്യം പോട്ടെ, ഗുമസ്തന്മാരുടെ ദുർമുഖം കാണാൻ എനിക്ക് വയ്യ.
പിന്നെ നിന്റെ കയ്യിൽ രൂപ വല്ല തിരിപ്പുണ്ടോ? ഉണ്ടുണ്ട്. ലക്ഷക്കണക്കിന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കല്ലേ. എത്ര ലക്ഷം വേണം? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. വക്കീൽ അപ്പുറത്തിരിപ്പുണ്ട്. ഓ, ഒരു വക്കീൽ. ഇവിടെ എത്ര വക്കീൽ വന്നിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. ഇവിടുത്തെ കേസ് നടത്തി അവരൊക്കെ ഓരോ നിലയിലെത്തി. നിന്റെ കയ്യിൽ 50 രൂപ ഉണ്ടോന്നാ ചോദിച്ചത്. 5 രൂപ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ നാണയം മംഗളം വരികയെ വാങ്ങിച്ചേനെ. ജോർജ് കുറ്റിച്ചായന്റെ സ്നേഹപ്രതിജ്ഞ തുടർക്കഥ ഈ ആഴ്ച മുതൽ തുടങ്ങുക. അനിത പോയോ? എന്തിനാ? ചെന്ന് ചോദിക്കേണ്ട താമസമേ ഉള്ളൂ. നേരാമണ്ണം ഉടുക്കാൻ ഒരു സാരി ഉണ്ട് ആ കുട്ടിക്ക്. അതിനെപ്പറ്റി ഒരു വിചാരമുണ്ട് നിങ്ങൾക്ക്? മോളെ, വക്കീലെന്താ അപ്പുറത്ത്? ഒരു 50 രൂപ കിട്ടിയേ പറ്റൂ. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നിനക്കും മനസ്സിലാവില്ല. എന്റെ 5-6 ലക്ഷം ഞാൻ വെറുതെ നശിപ്പിച്ചു കളയണം. ആർക്കു വേണ്ടിയാണ് ഈ രൂപ? എനിക്ക് വേണ്ടിയാണെങ്കിൽ അച്ഛൻ ഇനി കേസ് നടത്തണ്ട. എനിക്കും വേണ്ട. ആർക്കും വേണ്ട, എനിക്ക് വേണം. എല്ലാം വിറ്റ് തുലയ്ക്കും ഞാൻ. എന്നാലും ശിവരാമനെ ഞാൻ തോൽപ്പിക്കും. മോർണിംഗ്. ദേഷ്യാണല്ലേ? ചെയ്തത് തെറ്റായിപ്പോയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. പെട്ടെന്നുള്ള വാശിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ്. അത് എന്നോട് വെറുപ്പ് തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ്. അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. എന്നെ ചീത്ത വിളിച്ചോളൂ, ഇഷ്ടം പോലെ ചീത്ത വിളിച്ചോളൂ. എന്ത് ശിക്ഷയും ഞാൻ അർഹിക്കുന്നുണ്ട്. രാത്രി ഞാൻ തീരെ ഉറങ്ങിയില്ല. അത്രയും കുറ്റബോധം തോന്നി മനസ്സിൽ. ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു ദിവസം കുട്ടിയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു വിചാരിക്കുക. എന്തായിരിക്കും സ്ഥിതി? ചിലപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് കുട്ടിയുടെ കല്യാണം നടന്നില്ലെന്ന് വരും. ഞാൻ ചെയ്തത് പമ്പര വിട്ടുതരായിപ്പോയി. പ്ലീസ് എന്നെ ഒന്ന് വഴക്ക് പറയൂ. എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. വേണമെങ്കിൽ ചില അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചോളൂ. വഴക്ക് പറയാൻ എനിക്ക് കുറച്ച് സംസ്കാരം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്ന് വെച്ചാൽ അത് കൊള്ളാം. എന്ന് വെച്ചാൽ എനിക്ക് സംസ്കാരം ഇല്ലെന്ന് അല്ലെ? മതി, തൃപ്തിയായി. പക്ഷെ ഇങ്ങനെ ധ്വനിപ്രയോഗം നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കടുത്ത വാക്കുകൾ സുലഭമായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് തെണ്ടി, ബോറൻ, അലവലാതി, അങ്ങനെ പലതും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം അത് ഉദ്ദേശം മനുഷ്യനെ വഴിയെടുക്കാൻ സമ്മതിക്കില്ലേ? ഇല്ല. അല്ല, അതെ, ഈ കുറ്റബോധം മനസ്സിൽ കിടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. ഒരു വൈകാരികമായ അല്ല, ഈ മാനസിക സന്ദർഭം, അല്ല സമ്മർദ്ദം. വിരോധമില്ലെങ്കിൽ എന്നോട് പകയില്ല, വെറുപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഉണ്ടല്ലോ. ഞാൻ ഫാൽക്കൺ പ്രോഡക്ട്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. പേര് TP ബാലഗോപാലൻ, MA. ചോദിച്ചില്ല. വേണ്ട, പറഞ്ഞതേ ഉള്ളൂ. പറയുന്നതിനെന്താ? കുട്ടിയുടെ പേരെന്താ? സമയമാകുമ്പോ അറിയിക്കാം. ആള് വലിയ തമാശക്കാരിയാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നവർക്ക് വട്ടാ. ആദ്യം കണ്ടപ്പോ ഭയങ്കര ഗൗരവക്കാരിയാണെന്നല്ലേ വിചാരിച്ചിരുന്നത്. ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറുള്ള പാർട്ടി. എന്താ രണ്ടുപേരുടെയും പിണക്കമൊക്കെ തീർന്നോ? അതിന് നമ്മൾ തമ്മില് പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇന്നും ഗോതമ്പ് ദോശയാണോ? അതെ മുത്തശ്ശി. എന്റെ വയറിന് ഇത് പിടിക്കുകയില്ലെന്ന് എത്ര തവണ പറഞ്ഞതാ. 3 നേരം അരി വെച്ചാൽ ബാലേട്ടിന് കിട്ടുന്ന ശമ്പളം മുഴുവൻ പലചരക്ക് കടയിൽ കൊടുക്കാനേ കാണൂ. എന്തായി പറയണത്? 800 രൂപ കിട്ടുന്നില്ലേ അവന്? 200 രൂപ മാസപ്പടി കൊണ്ട് എത്ര കേമമായി നിന്റെ അച്ഛൻ കുടുംബം നടത്തിയിരുന്നതാ. അതൊക്കെ പണ്ടല്ലേ മുത്തശ്ശി. അന്ന് പറമ്പിൽ തേങ്ങയുണ്ടായിരുന്നു, അത്യാവശ്യത്തിന് നെല്ലും ഉണ്ടായിരുന്നു. ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കണ്ടല്ലേ? എന്നാ എല്ലാവർക്കും അങ്ങോട്ട് പോയിക്കൂടെ? 1/2 ഏക്കറോളം ഭൂമി അവിടെ കാട് കയറി കിടക്കുകയല്ലേ? അവിടെ ഒരു സർപ്പക്കാവ് കെട്ടി എന്നും സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താതെ നമുക്കൊരു ഉന്നതി കിട്ടുകയല്ല കുട്ടി. ഇത്രയും പഠിച്ചിട്ട് ബാലേട്ടിന് നല്ലൊരു ജോലി ഉണ്ട് മുത്തശ്ശി. അവിടെ ചെന്ന് പറമ്പിൽ കിളച്ചാ മതിയോ? ഇതിലും ഭേദം അതാന്നാ എനിക്കിപ്പൊ തോന്നുന്നു. ചന്ദ്രേട്ടന്റെ കത്ത് വന്നിട്ടുണ്ട്. എന്താ വിശേഷം? ഒരു ബസ് വാങ്ങിക്കാൻ ആലോചിക്കാത്രേ. കൊള്ളാലോ. അല്ലേലും അവൻ എടുക്കനാ, സ്നേഹമുള്ളവനാ. ഒരു ബസ് വാങ്ങിക്കാന്ന് വെച്ചാ വലിയ കാശാവില്ലേ രാധെ? അത് ഞാൻ കത്ത് വായിക്കാം. ബഹുമാനപ്പെട്ട മുത്തശ്ശിക്ക് നമസ്കാരം.
64 മോഡൽ ഫോർഡ് വണ്ടി ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷനാണ്. ഗിയർ ബോക്സിനും തകരാറൊന്നുമില്ല. റീസ്റ്റോർ ചെയ്ത 1.5 ടയറുണ്ട്. ബോഡിക്ക് കുറച്ച് റിപ്പയർ ഉണ്ട്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. കുറച്ച് രൂപ കയ്യിലുണ്ട്. കുഞ്ഞിക്കണ്ണൻ ഡ്രൈവർ ഷെയർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന മുത്തശ്ശി ബാലനോട് പറഞ്ഞ് 15,000 രൂപ ഉടനെ ശരിയാക്കി തരണം. ബാലന്റെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലെങ്കിൽ അവന്റെ പേരിലുള്ള 8 സെന്റ് സ്ഥലം പണയപ്പെടുത്താൻ മുത്തശ്ശി അവനോട് പറയണം. എന്റെ മുത്തശ്ശിക്ക് ഈശ്വരാനുഗ്രഹത്താൽ അസുഖമൊന്നുമില്ലെന്ന് സമാധാനിക്കുന്നു എന്ന് സ്വന്തം ചന്ദ്രൻ. ബസ് ഓടി തുടങ്ങിയാൽ സ്ഥലം തിരിച്ചെടുക്കാവല്ലോ, അല്ലേ മുത്തശ്ശി? നടന്നത് തന്നെ. നീ ഒന്നും മിണ്ടണ്ട. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത്. എന്നെ കെട്ടാൻ ആര് സ്ത്രീധനമൊന്നും കൊടുത്തില്ലല്ലോ. സ്ത്രീധനം കൊടുക്കാൻ എന്തുണ്ടായിരുന്നു? 1/2 ഏക്കർ കാടോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞല്ലേ ഞങ്ങൾ തന്നെ വിവരം അറിഞ്ഞത്? ഒരു നല്ല കാര്യത്തിനല്ലേ കുട്ടി ചന്ദ്രൻ ചോദിക്കുന്നു. ഞങ്ങൾ നന്നാന്നുള്ള കണ്ണുകടിയാ മുത്തശ്ശി അവക്ക്. എന്തെങ്കിലും പറ്റിപ്പോയ ചേച്ചിക്ക് ചന്ദ്രേട്ടന്റെ വീടുണ്ടല്ലോ. ഇപ്പൊ തന്നെ കുട്ടികളുടെ ഫീസ് കൊടുക്കാനും ചെലവ് നോക്കാനും ബാലേട്ടന് എത്ര ബുദ്ധിമുട്ടുന്നത്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് നിനക്ക് പിടിക്കുന്നില്ല, അതെനിക്ക് അറിയാവടി. കുട്ടികളെ ഇത്തിരി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയാ നിന്റെയൊക്കെ ആട്ടും തുപ്പും കൊണ്ട് ഇവിടെ കിടക്കുന്നത്. ചുമ്മാ അല്ല ഒരുത്തനും തിരിഞ്ഞു നോക്കാത്ത. ഇതല്ലേ മനസ്സിലിരിപ്പ്? എന്തായാലും 8 സെന്റ് തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. 3rd ബെഡ്റൂം അത് ഇവിടെ വരും. അതും ബാത്ത് അറ്റാച്ച്ഡ് ആയിക്കോട്ടെ. ആവാലോ. അല്ല, ഈ 2 നിലയുള്ള വീടാകുമ്പോ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം അല്ലേ? ഒരു 6 അടി മതിയാവും. ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് പ്രശ്നമില്ല. എന്തായാലും 2 നില വേണം. അപ്പൊ എന്താ പരിപാടി? എനിക്ക് സമയമായി. സാറേ, പിന്നെ ഈ ലോണൊക്കെ സാങ്ഷൻ ആവാൻ വേണ്ടി ആ, ആഫീസർമാർക്കൊക്കെ കൈക്കൂലി കൊടുക്കണം എന്നാ പറയുന്നത്. അതിനെന്താ കൊടുക്കണം? കൊടുക്കാം. ആ, പക്ഷെ അവിടെ വരെ പോകാനുള്ള സമയം കിട്ടില്ല. അല്ല സാറേ, ഈ കൈക്കൂലി കൊടുക്കാൻ പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷെ ആശാരിമാരുടെ ഒക്കെ ഇപ്പൊ കൂലി എന്താ? അതെ അതെ, എന്തായാലും വേണ്ടില്ല, സംഗതി നടന്നു കിട്ടിയാൽ മതി. ശരി, പിന്നെ കാണാം. അല്ല, ഇതെന്താ ഇവിടെ? പാടില്ലേ? ഈ ഭാഗത്ത് നിരോധനം വല്ലതും ഉണ്ടോ? രാവിലെ തന്നെ ഉടക്കാണല്ലോ. ഇതെന്റെ പ്രോപ്പർട്ടിയാ. ഒരു വീട് വയ്ക്കാൻ പോകുന്നു. 2 നില വേണമെന്ന് ഉദ്ദേശിക്കുന്നത്. സന്തോഷം. അപ്പോ ഇനി ഈ വഴി കൂടി നടക്കാൻ പറ്റാതാവും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. എന്താ പേര്? അറിഞ്ഞിട്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രയോജനത്തിനൊന്നുമല്ല, ഏതായാലും ഇത്ര ആയ സ്ഥിതിക്ക്. എത്രയായ സ്ഥിതിക്ക്? അയ്യോ, കേറി ഉടക്കല്ലേ. കുട്ടി വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ. പാവപ്പെട്ട വെറും ഒരു മര്യാദക്കാരൻ. പരിചയപ്പെട്ട സ്ഥിതിക്ക് പേരറിയാലോ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ അനിത. നല്ല സ്റ്റൈലം പേര്. പോട്ടെ, സമയായി. ആ. ദേ, ദേ, ഒരു മിനിറ്റ്. അല്ല, എവിടാ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞേ? പറഞ്ഞില്ലല്ലോ. അല്ല, എവിടാ വർക്ക് ചെയ്യുന്നത്? അൽഹുത്തമ സ്കൂളിൽ ടീച്ചറാ. ഏ? ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അയ്യോ, എന്റെ ചേച്ചിയുടെ 2 പിള്ളേർ എവിടെ പഠിക്കുന്നത്? ആണോ? ഏത് ക്ലാസ്സിൽ? പിന്നെ 3rd മൂത്തവള് മിനി, 2nd രണ്ടാമത്തെ ദിവ്യ. രണ്ടും എന്റെ ക്ലാസ്സാ. പോട്ടെ, നേരം വൈകി. അല്ല, വീട്ടിൽ നിന്ന് വരെ നടന്നാ വന്നേ? ഈ പ്രായത്തിലല്ലാതെ എപ്പോഴാ നടക്കുക? ആരായാലും എനിക്കറിയില്ല.